റേഷൻ സമരം പിൻവലിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തിയത്. എല്ലാ മാസവും 15-ാം തീയതിക്ക് മുൻപ് വേതനം നൽകാം എന്നുള്ള ആ ഒരു വ്യവസ്ഥയിലാണ് ഇപ്പോൾ സമരം പിൻവലിച്ചിരിക്കുന്നത്. ഭയങ്കര ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അല്ലെ. ഇന്നും ചർച്ചയുണ്ടാകും. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനം ഈ സമരം പിൻവലിച്ചില്ലെങ്കിൽ ശിക്ഷാ നടപടികളിലേക്കൊക്കെ, കർശനമായ നടപടികളിലേക്ക് കടക്കും എന്നുള്ള രീതിയിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇപ്പോൾ റേഷൻ സമരം പിൻവലിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഭക്ഷ്യമന്ത്രി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. അപ്പോൾ അതിൽ കൂടുതൽ എന്തൊക്കെ ആവശ്യങ്ങൾ അംഗീകരിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാലങ്ങളായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു തരത്തിലുള്ള സമവായത്തിനുമില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം, അനിശ്ചിതകാല സമരം എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ ഇന്നിപ്പോൾ ചർച്ചയിൽ ഒരു സമവായമുണ്ടായി എന്ന് തന്നെ പ്രതീക്ഷിക്കാം. റേഷൻ സമരം പിൻവലിച്ചിരിക്കുന്നു എന്ന വളരെ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമെത്തിയത്. വിശദാംശങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വെരി ഗുഡ് ഈവനിങ്. എന്തായാലും സന്തോഷ വാർത്തയാണ്. ഈ റേഷൻ സമരം പിൻവലിച്ചിരിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു, ഡിസംബറിലെ ശമ്പളം നാളെ നൽകും എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സമരം പിൻവലിക്കുന്ന സമവായത്തിലേക്ക് എത്തിയത്? ക്രിസ്റ്റീന, റേഷൻ വ്യാപാരികൾ ഭക്ഷ്യമന്ത്രി GRNലുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ റേഷൻ സമരം പിൻവലിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഇവർ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നതാണ് ഭക്ഷ്യമന്ത്രി നിലവിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും വേതന പരിഷ്കരണം വേണമെന്നതായിരുന്നു റേഷൻ വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പഠിച്ചൊരു വിദഗ്ധ സമിതി നേരത്തെ തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് കൂടി വിശദമായി പരിശോധിച്ച ശേഷം ഇക്കാര്യം പരിഗണിക്കാമെന്ന യോഗത്തിൽ ഭക്ഷ്യമന്ത്രി റേഷൻ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അനിശ്ചിതകാല സമരത്തിൽ നിന്ന് റേഷൻ വ്യാപാരികൾ പിന്നോട്ട് പോയിട്ടുള്ളത്. ഈ നേരത്തെ ഈ മിനിമം വേതനം 30,000 രൂപയായി ഉയർത്തണമെന്നതായിരുന്നു പ്രധാനമായും ഇവർ ഉന്നയിച്ച കാര്യങ്ങളിലൊന്ന്. ഇതുൾപ്പെടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ 2 ഘട്ടങ്ങളിലായി ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ഇവർ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ വീണ്ടും ഇന്ന് രാവിലെയോടുകൂടിയാണ് വീണ്ടും റേഷൻ വ്യാപാരികളെ ഭക്ഷ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയും മന്ത്രിയുടെ ചേംബറിലും ഓൺലൈനായും ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഈ അല്പസമയത്തിനകം തന്നെ ഭക്ഷ്യമന്ത്രി GRNൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉൾപ്പെടെ മന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ്. കാരണം നേരത്തെ വാതിൽപ്പടി വിതരണക്കാർ നടത്തിവന്ന അനിശ്ചിതകാല സമരം സർക്കാരും ഭക്ഷ്യവകുപ്പും ഇടപെട്ട് പിൻവലിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഭക്ഷ്യവകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് റേഷൻ വ്യാപാരികളും അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നത്. പക്ഷേ ആ സമരവും ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടി തന്നെ ഈ റേഷൻ വിതരണം നാളെ മുതൽ തന്നെ വളരെ സാധാരണഗതിയിലാവും. കാരണം 14,000-ഓളം റേഷൻ കടകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഇന്ന് 200-ഓളം റേഷൻ കടകൾ, അത് ഈ സപ്ലൈകോ നേരിട്ട് നടത്തുന്ന ഉൾപ്പെടെയുള്ള റേഷൻ കടകൾ മാത്രമായിരുന്നു സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നത്. അത് പൊതുവിതരണ സംവിധാനത്തെ അപ്പാടെ താളം തെറ്റിക്കുന്ന ഒരു നിലയിലേക്ക് പോയിരുന്നു. എന്തായാലും ഈ റേഷൻ സമരം പിൻവലിച്ചതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശ്വാസമായി എന്ന് വേണം പറയാൻ. ക്രിസ്റ്റീന, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.